ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് കാക്കാൻ്റെ കല്യാണം കേട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്ത് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോക്കി. ഇത് അജു, എൻ്റെ കൂടെ +2 പഠിച്ചത്. കല്യാണത്തിന് ഒന്നാണ്. ഇന്ന് ഡ്രൈവർ കേട്ടോ, കല്യാണ ഡ്രൈവർ. ഞാൻ സ്വന്തം കാക്കാൻ്റെ കല്യാണത്തിന് ഒരു 10-10:30 വരുന്ന മനസ്സിലായി. അതായത് 10:30 അല്ല 8:30 ആയിക്കോട്ടെ, 8:30 ആണെങ്കിലും സ്വന്തം കാരണവരെ കല്യാണത്തിന് അന്ന് രാവിലെ പോയി ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ഡ്രസ്സ് എടുക്കാൻ നമ്മൾ എന്ത് ബന്ധം? ബേസിക് ആയിട്ടുള്ള സംഗതിയാണ് ഡ്രസ്സ് എന്ന് വെച്ചാല്. അതുപോലെ മുൻകൂട്ടി എടുത്ത് വെച്ചിട്ട് എന്താ പറഞ്ഞ അത് ചാണ്ടി ഇന്നലെ നൈറ്റ് കൊണ്ടുവന്നിട്ട് ഇന്നലെ നൈറ്റ് അവിടെ റൂമിലെത്തിയപ്പോ രാവിലെ എടുക്കാറുണ്ട്. ഞാൻ രാവിലെ വീട്ടിൽ വന്നപ്പോ എന്നെ കാണാനില്ല. നിന്റെ കാരണവരെ കല്യാണം മാറി ഞാൻ അത് നോക്കിയെടുത്ത്. അതെന്തായി അറിയോ, ചെക്കന്മാരുണ്ടായിരുന്നു പുറത്തുനിന്ന്, ചിറ്റൂരത്തെ ചെക്കന്മാരുണ്ടായിരുന്നു. അപ്പൊ ഓൽക്ക് നമ്മളൊരു റൂം സെറ്റ് ചെയ്ത് കൊടുത്തു മലപ്പുറത്ത്. ഞാൻ അങ്ങനെ ഓലപ്പം തന്നെ കിടന്നു ആ റൂമില്. എന്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഇവളൊക്കെ അറിയണ്ടേ ഇതിന്റെ പെങ്ങളെ ഏമ. എങ്ങനെ ഇട്ടാലും പെറുക്കേണ്ടി വരും. ദിസ് ഈസ് നമ്മളെ ഉണ്ടന്റെ കാക്കാന്റെ കൊട്ടാരം. ഈ മാലിട്ടിട്ടൊന്ന് ഇവളറിയില്ല എല്ലാവർക്കും. അശ്വതി അച്ചു, ഇൻസ്റ്റയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അശ്വതി അച്ചു. പാട്ട് എഴുതി ഒരു പാട്ട് പാടി കൊടുത്താ. അതെ, കളർ കോഴിക്കുട്ടികളെ കണ്ടോട്ടെ കുറച്ച്. ഇവിടെ വേറെ കളറുള്ള കോഴിക്കുട്ടികൾ. അമ്മേ, കാക്കൻ്റെ കല്യാണം ആയിട്ടെന്ന് പറയുള്ളൂ. എന്താടി എത്ര അപ്പോൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് പോവാണ്. വെഡ്ഡിങ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാ ഓഡിറ്റോറിയത്തേക്ക് പോവാണ്. ദിവ്യ പൈച്ചുണ്ടോ? ചോറാണ്ടേ? റോസ്റ്റാ? റോസ്റ്റൊന്നുമില്ല. അച്ഛ അത് പിടിച്ചാ ഒരു പാട്ട് പാടി കൊടുത്തു. എന്താ പ്രോമിസ് ചെയ്തത്? പാടി കൊടുക്കച്ചോ ആൾക്കാർ എത്ര ആൾക്കാർ അവിടെ കാക്കാൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ അവിടെ പഞ്ഞിമുട്ടായി. എന്താണ് എനിക്ക് പഞ്ഞിമുട്ടായി ആയിട്ടില്ലേ? ഇല്ല എന്നാ പോരാ. അതാ പലതരം കൗണ്ടർ കേട്ടോ. ഋഷിന്റെ ആദ്യത്തെയും അവസാനത്തെയും കല്യാണം. ഇതിൽ പറയണ്ട ഋഷു, എന്റെ കാക്ക എന്താ മൂട്? ഹാപ്പി അല്ലേ? കുഴപ്പമില്ലെന്നുള്ളൂ. നമ്മള് മൂന്നാളൊരു ഇയർ പഠിച്ചപ്പോ ഇവരെ നോക്കി എന്നെ പണിക്കാരനാക്കുക കേട്ടോ. അച്ചു വന്ന പാടെ നേരെ ചോറുന്നാന്. അച്ചു ആളോ ഓക്കെ അല്ലേ? അതെ. ഫുഡ് എങ്ങനെയുണ്ട്? എങ്ങനുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഇതെന്താ മക്ലൂബേ? ചിക്കൻ മക്ലൂബ. കൊള്ളാവോ? അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? കേട്ടാ മതി. പുതിയ എൻ്റെ അഞ്ചെത്തി. നക്കി നക്കി തിന്നല്ലേ നക്കിയെ.
ഇത് ഐസ്ക്രീമാ ചോറോ? ചോറ് കുറച്ച് കാണ്ടി ഐസ്ക്രീമും വാരി വലിച്ച് തിന്നണം. പെട്ടെന്ന് ഐസ്ക്രീമും തിന്നി പരിപാടിക്ക് കയറണം സ്റ്റേജ്. അച്ഛനെ പാട്ട് പാടാൻ കൊണ്ടുപോകണം. അച്ഛൻ കിടലം പാട്ടായിട്ട് കേൾപ്പിച്ചേരാം. ഓൾ ബെസ്റ്റ്. അപ്പോ അജു ആരോ കല്യാണം കഴിയുമ്പോഴാണ് ആൾക്കാർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര വ്ളോഗ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എനിക്ക്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി, പിന്നെ കല്യാണത്തിൻ്റെ തിരക്കപ്പെട്ടു പോയി. അപ്പോൾ ഉള്ള വീഡിയോ വെച്ചുകൊണ്ട് വ്ളോഗ് ആഡ് ചെയ്യുക വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. പിന്നെ കല്യാണത്തിൻ്റെ ഫുൾ ഹൈലൈറ്റ്സ് ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. ഫസ്റ്റ് ആയിട്ട് വെച്ചാൽ ഒരു ബർത്ത്ഡേക്ക് ഞാൻ വിഷ് ചെയ്തതാണ്. ബർത്ത്ഡേ വിഷ് ചെയ്ത് തുടങ്ങി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജൊക്കെ അയക്കും. ഒരുപാട് കാത്തിരുന്ന കല്യാണമാണ് ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ. ആക്ച്വലി ലവ് മാരേജ് ആണ്. ഫസ്റ്റ് ഞാൻ പ്രപ്പോസ് ചെയ്ത് അപ്പോൾ പറഞ്ഞ് ഞാൻ പറയാന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസത്തിന് അനക്കൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ പറഞ്ഞ് സീരിയസ് ആണെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പം അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉപ്പാനോടും ഉമ്മാനോടൊക്കെ ചോദിച്ച്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് പെണ്ണ് കണ്ട്. വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നിൽക്കാതെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷം ഞങ്ങളിപ്പോൾ കല്യാണം. ആദ്യമായിട്ടാണ് ഓളൊരു അങ്ങനെ ഒരു ലുക്കിൽ കാണുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വന്ന അടുത്തൊരു അനിയത്തി. കുറെ ഫുഡ് കഴിക്കാൻ പോകും. അതേ ഓളായിട്ടുള്ള കുറെ മെമ്മറീസ്. അതേപോലെ പോകുമ്പോ ഞങ്ങൾ ഒപ്പര പോവാ, 2 ആളും കൂടെ ബൈക്കില് രാത്രിയൊക്കെ ഇങ്ങനെ പോയി. അത് ഭയങ്കര ഒരു ഇനി അതാവും മിസ്സാവുക. ഇങ്ങനെ ചെയ്യാനുള്ളൊരു ഇതാണ്. എല്ലാരും ഒരുമിച്ച് വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് രണ്ടുപേർക്കും. സോങ് അതല്ല ശരിക്ക്. സോങ് ഞാൻ കോപ്പറേറ്റ് ഇട്ടിട്ട് മാറ്റിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്തേനും എല്ലാം ചെയ്യാം. ഓക്കെ, നമ്മളെ 2ാമത്തെ വ്ളോഗ് ഉണ്ടത്. 1ാമത്തെ വ്ളോഗ് കുറച്ചൊക്കെ പേര് കണ്ടു, ഹാപ്പി. അപ്പോൾ അതേപോലെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗൊക്കെ ഒന്ന് സ്പീഡാക്കും. എന്താ വെച്ചാൽ നല്ല മടിയാണ്. മടിയൊക്കെ ഒന്ന് കുറയണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം ഗൈസ്. അപ്പോൾ കാണാം, വീഡിയോസ് വരും, സോങ്സ് വരും, കവേഴ്സ് വരും, ഒറിജിനൽസ് വരും, എല്ലാം കാണാം. ഓക്കെ, ബൈ.